നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സാമ്പത്തികപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ. ഓരോ നക്ഷത്രക്കാരുടെയും നല്ല സമയവും ചീത്ത സമയവും ഓരോ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരും. ചാരവശാലുള്ള ഫലങ്ങൾ, പൊതുവായ ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും പൊതുഫലങ്ങളാണ് അനുഭവിക്കാൻ സാധിക്കുക. പൂർണ്ണതോതിലുള്ള ഫലസിദ്ധി അറിയുന്നതിന് വേണ്ടി, ഗുണമാണോ ദോഷമാണോ എന്നറിയുന്നതിന് വേണ്ടി അവരുടെ ദശാകാലവും അപാരവും ജാതകവും പൂർണ്ണതോതിൽ പരിശോധിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചിലർക്ക് രാജയോഗം എന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ആ രാജയോഗം അനുഭവിക്കാതെ പോകുന്നത്. ഇപ്പോൾ ഉള്ള സമയം വളരെ മോശമായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് അവരുടെ ജാതകവും കൂടി പരിശോധിച്ച്, ദശാകാലവും അപഹാരവും കൂടി പരിശോധിച്ചുകൊണ്ട് അതിനുള്ള പ്രായശ്ചിത്തം, പരിഹാര മാർഗങ്ങൾ, വഴിപാടുകൾ, ക്ഷേത്ര വഴിപാടുകളൊക്കെ ചെയ്താൽ ഇപ്പോൾ ഉള്ള രാജയോഗവും ഏതെല്ലാം യോഗങ്ങളാണ് അവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത്, അതൊക്കെ അവർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. അത് അനുകൂലമായി വരികയും ചെയ്യും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും എല്ലാ വിധത്തിലുള്ള രാജകീയ സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവർക്ക് സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ജീവിതത്തിൽ ഉയർച്ചകൾ തുടങ്ങുകയും ചെയ്യുന്ന സമയമാണ്. നല്ല കാലത്തിന്റെ സൂചനകൾ അവരുടെ ജീവിതത്തിൽ വരികയും ആ സൂചന നിമിത്തം ജീവിതത്തിൽ ഓരോരോ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് അനുമാനിക്കാം, നിശ്ചയമായും തീരുമാനിക്കാം അവരുടെ നല്ല കാലം തുടങ്ങി എന്നുള്ളത്. അതിനനുകൂലമായി കൊണ്ട് തന്നെ ക്ഷേത്ര വഴിപാടുകൾ, പൂജകൾ, അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ. ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നത്, യഥാശക്തി നമ്മുടെ കഴിവിനനുസരിച്ച് സൽക്രമങ്ങൾ ചെയ്യുന്നത്, പ്രത്യേകിച്ചും അന്നദാനം, മറ്റുള്ള ദാനങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. അത്തരത്തിലുള്ള ചില നക്ഷത്രക്കാർ ഇപ്പോൾ ഉള്ള അനുകൂലമായ സേവിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന, ഉയർച്ചകൾ വന്നു ചേരുന്ന ആ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ നല്ല ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രം തന്നെയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളാണ് എത്തിച്ചേരുന്നത്. ഭാഗ്യം കടാക്ഷിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്നു. അവരുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ഒരിക്കലും നടന്നു കിട്ടുകയില്ല, വളരെ നാളുകൾക്ക് ശേഷം നടന്നാലായി എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നടന്നു കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിലൂടെ സന്തോഷം, സമാധാനം, ഐശ്വര്യം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മുന്നേറ്റങ്ങൾ അവരുടെ കുടുംബത്തിൽ വലിയ തോതിലുള്ള സന്തോഷത്തിനും സമാധാനത്തിനുമൊക്കെ കാരണമാകും. സാമ്പത്തിക അസ്വാരസ്യങ്ങൾ ഉള്ളത്, സാമ്പത്തിക ബാധ്യതകൾ, കടങ്ങളൊക്കെ ഉള്ളത് അവരുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ട് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ദൈനംദിന ജീവിതത്തിനും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കുമൊക്കെ ഒരു തരത്തിലും സാമ്പത്തിക സ്ഥിതി പര്യാപ്തമാകാതെ വരുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഉള്ള സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും വലിയ ഉയർച്ചകൾ കാരണമാവുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. എല്ലാവിധ തടസ്സങ്ങളും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നടക്കുകയും തടസ്സങ്ങൾ മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. അതിസമ്പന്ന യോഗം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനമൊക്കെ ഇവർക്ക് വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും തൊഴിലിൽ അഭിവൃദ്ധി നേടുകയും ചെയ്യും. താൽക്കാലിക ജോലിയിൽ നിന്ന് സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുകയും മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. വിദേശവാസത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മനസമാധാനത്തോടു കൂടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ, പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും
ഒരു ആശ്വാസമായി മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഇനിയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യും. അതിന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് കോടീശ്വര യോഗം വരെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ലഭിക്കുന്നു. കോടീശ്വര യോഗം വലിയ തോതിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയും കോടീശ്വരരാകാനുള്ള, പ്രത്യേകിച്ചും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും കോടീശ്വര യോഗമല്ല, അതിനുള്ള സാഹചര്യങ്ങൾ പണം വന്നു ചേരുകയും ചിലർക്കെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതിലൂടെ മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബൈശ്വര്യം, കുടുംബത്തിൽ എല്ലാവിധ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ഉയർച്ചയും ഒക്കെ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയും കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഐശ്വര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യവും മഹാഐശ്വര്യവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യം വന്നു ചേരുന്നു. സന്താനം എല്ലാവിധത്തിലുള്ള ഉയർച്ചകളിലേക്കും എത്തിച്ചേരുന്ന ഒരു സമയമാണ്. സന്താനങ്ങളുടെ ഏറ്റവും അനുകൂലമായ സമയം. അതുകൊണ്ട് സന്താനങ്ങൾക്ക് ഏറ്റവും ഉയർച്ച, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാവുകയും വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മക്കൾക്ക് എല്ലാവിധ ഉയർച്ചകൾ വന്നു ചേരുന്ന വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. വിദേശത്ത് പോയി വലിയ തോതിലുള്ള ഉയർച്ചകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന സമയമാണ്. മഹാഭാഗ്യവും മഹാഐശ്വര്യവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന, നേട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായി വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഭാഗ്യം ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിലൂടെ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. സ്വസ്ഥമായ മനസ്സോടുകൂടി ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിലെത്താനുള്ള സാഹചര്യങ്ങൾ, ഉന്നത പഠന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ മുന്നിൽ മലർക്കെ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. കേസ് വഴക്കിൽ നിന്നും ഇത്തരം അവസ്ഥയിൽ നിന്നും ഒഴിവാകുക. വ്യവഹാരങ്ങളിൽ നിന്ന് ഒഴിവാകുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്ന സാഹചര്യങ്ങൾ, അതാണ് വ്യവഹാരത്തിൽ നിന്ന് ഒഴിവാവാൻ പറയുന്നതിൻ്റെ രഹസ്യം, പൊരുൾ. കാരണം മറ്റുള്ളവരുടെ വ്യവഹാരത്തിൽ ജാമ്യമായി നിൽക്കുകയാണെങ്കിൽ അത് ദോഷകരമായി ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്കും സാമ്പത്തിക വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. വിജയത്തുടക്കം തന്നെയാണ്. ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും, ഏതൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും, പ്രവൃത്തി പദത്തിൽ വരുത്തുകയാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യം, മഹൈശ്വര്യം, സമൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഐശ്വര്യപൂർണമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും സമ്പന്നതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വന്നിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റം, സാമ്പത്തിക പരിധിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, പരിമിതികളിൽ നിന്ന് നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു.
ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.